തൃശൂരിൽ ബാങ്ക് അക്കൗണ്ട് മരവിപ്പിച്ച നടപടി അതിലുൾപ്പെടെ മാധ്യമങ്ങൾ സ്വീകരിച്ച നടപടിയെ ശക്തമായ ഭാഷയിൽ തന്നെ എം വി ഗോവിന്ദൻ മാസ്റ്റർ വിമർശിക്കുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. വിശദാംശങ്ങൾ. അങ്ങനെ തന്നെയാണ്. ശക്തമായ മാധ്യമ വിമർശനവുമായിട്ടാണ് ഗോവിന്ദൻ മാസ്റ്റർ മാധ്യമങ്ങളെ കണ്ടത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് CPIMന്റെ തൃശൂരിലെ അക്കൗണ്ട് മരവിപ്പിച്ചതുമായി ബന്ധപ്പെട്ട കാര്യമാണ്. നേരത്തെ തന്നെ CPM ഇക്കാര്യത്തിൽ വ്യക്തമാക്കിയത് ബാങ്കിന് സംഭവിച്ച വീഴ്ചയാണ്. ഇക്കാര്യത്തിൽ CPMന്റെ അക്കൗണ്ടുകൾ ആദായ നികുതി വകുപ്പ് ഈ റദ്ദാക്കാൻ താൽക്കാലികമായി ഫ്രീസ് ചെയ്യാനുള്ള കാര്യം എന്ന കാര്യം നേരത്തെ തന്നെ വിശദീകരിച്ചിരുന്നു CPM. പക്ഷേ അതിനുശേഷവും മാധ്യമങ്ങൾ ഇത്തരത്തിൽ CPMനെ തകർക്കാനുള്ള ഒരു നീക്കത്തിന്റെ ഭാഗമായി വ്യാജ വാർത്തകൾ മെനഞ്ഞുണ്ടാക്കുകയാണ്. അത് പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. CPIMന്റെ രാജ്യത്ത് തന്നെ ഒറ്റ അക്കൗണ്ട് മാത്രമാണുള്ളത്. ആ പാൻ നമ്പർ എന്ന് പറയുന്നത് AAATCO400A ആണ് CPIMന്റെ പാൻ നമ്പർ. ഇതിൽ ടിക്ക് പകരം J ആണ് ബാങ്ക് ഉദ്യോഗസ്ഥർ രേഖപ്പെടുത്തിയത്. അതുമായി ബന്ധപ്പെട്ട ഒരു കൺഫ്യൂഷനിലാണ് ഇത്തരത്തിൽ CPIMന്റെ ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നത്. ഇതിനെതിരെ CPIM ബാങ്ക് ഡയറക്ടർക്ക് തന്നെ നേരിട്ട് പരാതി നൽകി. ജില്ലാ കമ്മിറ്റിയുടെ ലെറ്റർ പേഡിലാണ് ഇക്കാര്യത്തിൽ പരാതി നൽകിയത്. അതിനുശേഷം ബാങ്ക് ഇത് പരിശോധിക്കുകയും തുടർന്ന് ബാങ്കിന് സംഭവിച്ച വീഴ്ചയാണ് എന്ന് ബോധ്യപ്പെട്ടതിനെ തുടർന്ന് മറുപടി നൽകുകയും ഒക്കെ ചെയ്തു. ഇതിനുശേഷം ഈ ആദായ നികുതി വകുപ്പ് CPM ജില്ലാ സെക്രട്ടറി CV വർഗീസിനെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചത്. അത് ബാങ്ക് ഉദ്യോഗസ്ഥർ CV വർഗീസിനെ വിളിപ്പിക്കുകയും നിലവിൽ വിഡ്രോ ചെയ്തിരുന്ന പൈസ തിരികെ ഏൽപ്പിക്കണം എന്നാവശ്യപ്പെടുകയും ചെയ്തതിന്റെ ഭാഗമായി ബാങ്കിൽ എത്തിയപ്പോഴാണ് മറ്റൊരു മാനേജറുടെ ചെയറിലേക്ക് എത്തിച്ച് അവിടെ ആണ് ആദായ നികുതി വകുപ്പ് ഉദ്യോഗസ്ഥർ ചോദ്യം ചെയ്യലിന് തയ്യാറായത്. അത്തരം നീക്കം BJPക്ക് വേണ്ടിയുള്ള രാഷ്ട്രീയ നീക്കമായിരുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ ഒരു ബാങ്ക് അധികൃതരുടെ ഭാഗത്തുനിന്നുണ്ടായ തെറ്റിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് CPIMനെതിരായി ഒരു നീക്കം ആദായ നികുതി വകുപ്പിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നത്. EDയും ഇക്കാര്യത്തിൽ നടപടി സ്വീകരിക്കുന്ന തരത്തിലുള്ള നീക്കങ്ങളും നടത്തി. എന്തായാലും ഇത്തരം ഒരു ബാങ്ക് അധികൃതരുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്ന പിശകിനെ പർവ്വതീകരിച്ച് കാണിച്ച് അത് CPIMനെതിരായി വാർത്ത മെനയാനുള്ള ഒരു സംഭവമാക്കി മാറ്റുകയായിരുന്നു മാധ്യമങ്ങൾ. ഇതിനെതിരായ ശക്തമായ വിമർശനമാണ് ഗോവിന്ദൻ മാസ്റ്റർ നടത്തിയത്. ഒപ്പം തന്നെ ഈ രേഖകൾ ഈ ബാങ്കിന് CPM അയച്ച കത്ത് ഉൾപ്പെടെ പാൻ നമ്പർ ഉൾപ്പെടെ രേഖപ്പെടുത്തിയ ലെറ്റർ പേഡും ഒപ്പം തന്നെ ബാങ്ക് അധികൃതർ തങ്ങൾക്ക് സംഭവിച്ച തെറ്റാണ് എന്ന് വിശദീകരിക്കുന്ന കത്തുൾപ്പെടെ മാധ്യമപ്രവർത്തകർക്ക് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ വിതരണം ചെയ്തു. ഇനി ഇക്കാര്യത്തിൽ ഒരു വ്യാജ വാർത്ത ചമച്ചാൽ എപ്പോഴും പറയുന്നത് പോലെ വെറും പറച്ചിൽ മാത്രമല്ല ഉണ്ടാവുക, ശക്തമായ നിയമ നടപടിയുമായി മാധ്യമങ്ങൾക്കെതിരെ രംഗത്തെത്തും. ഇത്തരത്തിൽ തുടർച്ചയായ കാര്യങ്ങളിൽ CPMനെതിരായി വ്യാജ വാർത്ത സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ് മാധ്യമങ്ങൾ. അതിനെ ഇനി വെറും പറച്ചിലൂടെ മാത്രം നേരിടാൻ ഉദ്ദേശിക്കുന്നില്ല. അത് നിയമപരമായ രീതിയിൽ തന്നെ ഇനി നേരിടും എന്ന കാര്യമാണ് വ്യക്തമാക്കുന്നത്. ഒപ്പം തന്നെ അരവിന്ദ് കെജ്രിവാളിന് ഇന്ന് ജാമ്യം ലഭിച്ചത് EDക്കേറ്റ ഏറ്റവും വലിയ തിരിച്ചടിയാണ്. ഒപ്പം തന്നെ രാജ്യത്ത് ഫാസിസം പൂർണ്ണമായും പിടിച്ചടക്കിയിട്ടില്ല എന്ന് ബോധ്യപ്പെടുത്തുന്ന വിധിയാണ് ഉണ്ടായിട്ടുള്ളത് എന്ന കാര്യവും ഗോവിന്ദൻ മാസ്റ്റർ വ്യക്തമാക്കുന്നു. ഒപ്പം ഈ ഗാസയെ പൂർണ്ണമായും ഇല്ലാതാക്കാനുള്ള ഒരു നീക്കമാണ് ഈ ഇസ്രയേലിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. അതിനെതിരെ ഈ മെയ് 20-ന് ഇടയിൽ യുവജനങ്ങളും വിദ്യാർത്ഥികളും വനിതകളും പൊതുജനങ്ങളും ഒക്കെ പങ്കെടുക്കുന്ന ഈ തരത്തിലുള്ള പ്രതിഷേധ സംഗമങ്ങൾ സംഘടിപ്പിക്കുമെന്നും മാസ്റ്റർ വ്യക്തമാക്കി. ഒപ്പം തന്നെ ഈ CH കണാറിനെതിരായി ചില മാധ്യമപ്രവർത്തകർ നടത്തിയ തെറ്റായ പരാമർശങ്ങൾ ഈ വടകരയിൽ അദ്ദേഹം 57-ൽ മത്സരിക്കുന്ന സമയത്ത് വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കാൻ ശ്രമം നടത്തി എന്നുള്ള തരത്തിൽ ചില മുതിർന്ന മാധ്യമപ്രവർത്തകർ ചില ചാനലുകളിലെ അവതാരകർ തന്നെ അത്തരം പരാമർശങ്ങൾ നടത്തിയതിനെതിരെ നിയമ നടപടികൾ സ്വീകരിക്കും. ഇത്തരത്തിൽ മാധ്യമങ്ങൾ എല്ലാ കാര്യത്തിലും CPMനെതിരായുള്ള വിദ്വേഷ നടപടികളാണ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനെതിരായ ശക്തമായ നടപടി സ്വീകരിക്കുമെന്നും ഗോവിന്ദൻ മാസ്റ്റർ വ്യക്തമാക്കുന്നു. ഒപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് S രാജേന്ദ്രൻ BJPയിലേക്ക് പോകാനുള്ള നീക്കം നടത്തുന്നു എന്നതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളിൽ നിന്ന് ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞത് താൻ ആദ്യം മുതൽ പറഞ്ഞത് S രാജേന്ദ്രൻ എവിടത്തേക്കും പോകില്ല എന്നാണ്. ആ നിലപാട് തന്നെ ഇപ്പോഴും തുടരുകയാണ്. S രാജേന്ദ്രൻ മറ്റൊരു പാർട്ടിയിലേക്കും പോകില്ല എന്ന കാര്യവും ഗോവിന്ദൻ മാസ്റ്റർ വ്യക്തമാക്കുകയാണ്. ആവണി.